അബിയുടെയും ജാനകിയുടെയും വീട് അത് നമ്മുടെ അബിയും ജാനകിയും ഒക്കെ നമ്മുടെ പ്രേക്ഷക ഹൃദയങ്ങളിലേക്ക് എന്താ പറയുക ഇടം നേടിക്കഴിഞ്ഞു. അപ്പോൾ അതിനുള്ള ഒരു സൂചനകൾ തന്നെയാട്ടോ നമ്മുടെ എന്താ പറയുക ഒരു നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ജാനകിക്കും അബിക്കും കിട്ടുന്ന ആ ഒരു സപ്പോർട്ട്. അപ്പം നമ്മൾ ഇന്നത്തെ പ്രൊമോയിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. നമ്മുടെ അബി ജാനകിയോട് പറയുന്നുണ്ട്, നീ എന്തിനാ റിസ്ക് എടുത്ത് കാറോട് അവിടെ വരെ വന്നു, എനിക്ക് ഈ ഒരു ലേലത്തിൽ വലുത് നിന്റെ ജീവനല്ലേ ജാനകി എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ജാനകി പറയുന്നുണ്ട് എന്താ പറയുക ആ ഒരു നന്മയുടെ കൂടെയാണ് എപ്പോഴും ദൈവമുള്ളത്, ആ ഒരു വിശ്വാസത്തിൽ ഞാൻ വന്നതാണെന്നൊക്കെ ഇങ്ങനെ ജാനകിയും പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും അബിക്ക് ആ ഒരു ജാനകിയുടെ ഒരു സ്നേഹം വല്ലാതെ ഒരു ആശ്വാസം തന്നെയാട്ടോ. തൻ്റെ ഏത് എന്താ പറയുക ഏത് ഘട്ടത്തിലും ഏതൊരു സങ്കടഘട്ടത്തിലും ഏതൊരു സന്തോഷഘട്ടത്തിലും ഏതൊരു പ്രതിസന്ധി ഘട്ടത്തിലും തൻ്റെ സ്വന്തം ഭാര്യ ജാനകി ഉണ്ടാകുമെന്നുള്ള ആ ഒരു വിശ്വാസം നമ്മുടെ അബിക്ക് എപ്പോഴും ഉണ്ട് തന്നെ. പിന്നീട് കാണിക്കുന്ന നമ്മുടെ അബിയുടെ അനിയൻ അജയ് ആട്ടോ. അപ്പോൾ അജയ് ഒരു വക്കീലാണെന്നുള്ള ഒരു കാര്യം നമുക്ക് അറിയാമല്ലോ. അപ്പോൾ അഡ്വക്കേറ്റ് രാജശേഖരൻ ഉണ്ണിത്താൻ്റെ ഒരു മകളുമായിട്ട് നമ്മുടെ അജയ് എന്താ പറയുക റിലേഷൻഷിപ്പിലാണ്. അപ്പം നമ്മുടെ ആ ഒരു രാജശേഖരൻ ഉണ്ണിത്താൻ്റെ മകൾ എന്ന് പറയുന്നത് നമ്മുടെ റെനീഷ ആട്ടോ ഒരു മകളായിട്ട് വരുന്നത്. ആ ഒരു ക്യാരക്ടറിൻ്റെ പേര് ഇതുവരെ പറഞ്ഞിട്ടില്ല. ആ ഒരു ക്യാരക്ടറായിട്ട് വരുന്നത് നമ്മുടെ റെനീഷ ആട്ടോ. അപ്പോൾ ഇവർ തമ്മിലുള്ള ആ ഒരു പ്രണയം തന്നെ ആട്ടോ പിന്നീട് കാണിക്കുന്നത്. ഇങ്ങനെ ഫോൺ വിളിച്ചിങ്ങനെ എന്താ പറയുക ആ ഒരു സല്ലപിക്കുന്ന രംഗവും നമ്മുടെ ഉണ്ണിത്താൻ്റെ മകളിങ്ങനെ നമ്മുടെ അജയ് വക്കീലിൻ്റെ ഫോട്ടോസ് ഇങ്ങനെ എടുത്ത് നോക്കുന്ന രംഗമൊക്കെ തന്നെയാണ് നമുക്ക് പ്രൊമോയിൽ കാണുവാൻ സാധിക്കുന്നത്. എന്തായാലും ഒരു അടിപൊളി എപ്പിസോഡുകൾ തന്നെയാട്ടോ ഇനി വരാൻ പോകുന്നത്. ഇന്നത്തെ എപ്പിസോഡ് ഭയങ്കര രസം തന്നെയായിരുന്നു കേട്ടോ. നമ്മുടെ ജാനകി ആ നളിനി എടുത്തിട്ട് എന്താ പറയുക ഫയർ ചെയ്യുന്നതും ആ ഒരു അവരുടെ ആ ഒരു കള്ളത്തരം കൈയോടെ പിടികൂടുന്നതും തെളിയിക്കുന്നതും വളരെ രസകരമായിട്ടുള്ള ഒരു എപ്പിസോഡ് തന്നെയായിരുന്നു കേട്ടോ ഇന്നും. അപ്പം ഇതുപോലെ തന്നെ മുന്നോട്ട് പോവുകയാണെങ്കിൽ അബിയും ജാനകിയും ഉറപ്പായിട്ടും നമ്മുടെ പ്രേക്ഷക ഹൃദയങ്ങളിൽ 1ാം സ്ഥാനത്ത് തന്നെയായിരിക്കും. അപ്പം അങ്ങനെയൊക്കെ ആയി തീരട്ടെ. അപ്പോൾ ഇതിനൊക്കെ ആയിട്ട് നമുക്ക് കാത്തിരുന്ന് കാണാം. അപ്പോൾ ഇതുപോലെ പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ബൈ.